गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वाजा के कौन नए पार्ट के साथ। तो यार अभी हम लोगों ने देखा सबका बढ़िया ही चल रहा है। यहाँ पे विष्णु है और अज्जू अद्दू 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 है कि अज्जू है श्योर। चलो 1 2 3 स्टार्ट। हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वाजा के कौन नए पार्ट के साथ। तो हम लोगों को पता लगा कि यार इन 5 दोस्तों में से 2 दोस्तों की तो जिंदगी में लड़कियां आ गई है। वो तो उनके साथ पूरा टाइम स्पेंड कर रहे हैं और देखते हैं कि इस पार्ट में क्या होगा। अब क्या लड़कियां उनकी दोस्ती में कुछ दरार लाएगी या क्या होगा। सो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। अच्छा बास्केटबॉल खेल रहे हैं निकलना है ना। എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ദാണ്ട് ഇവിടെ ഒരുത്തന് പ്രേമമുണ്ട്. ഉണ്ടായിട്ട് എന്ത് കാര്യം? അതെന്താ നീ അങ്ങനെ ഒരു സംസാരം? അല്ല നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അതില്ല. പക്ഷെ എടുത്തടിച്ചോലെ പറഞ്ഞിട്ട് അവളെങ്ങാനും നോ പറഞ്ഞ എനിക്ക് സങ്കടമാവൂളിയാ. അതല്ലേ ഞാൻ പറയാത്തത്. ആ അതാണ് ഇവൻ പറഞ്ഞത്. നിനക്ക് ധൈര്യമില്ല മനസ്സിലായ? നീ ഉള്ള കാലം മുഴുവൻ അവളെ ഡെലിവറി നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ചായ കുടിച്ചു മിക്കറ ഒരു ഷുഗർ ഒന്നും ചാവത്തേ ഉള്ളൂ. ഉറക്കൊഴിഞ്ഞ് വണ്ടി ഓടിച്ചേ കണ്ണും മുഖമൊക്കെ ഇരിക്കും നോക്കി. മുഖം ഏത് മൂലം ഏതെന്ന് അറിയാൻ പറ്റാത്ത. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. നിന്റെ എടാ നാളെ തന്നെ റീത്തോട് പറഞ്ഞു അവളെ കൊണ്ട് യേസു പറയിപ്പിക്കും. താങ്ക് യു. നീ വന്നേ. നീയും പറയും മായോട് നിന്റെ ഷുഗറിന്റെ കാര്യം. ഞാൻ പറയുമെങ്കിൽ നീ പറയൂലേ? നീ കൊടളിയാ. എന്റെ അവിടെ ഇതൊന്നുമില്ലടാ. मुझे लगता है होगा दोनों ही बहुत शाय हैं എന്തോ ഭീകരമായിട്ട് കാര്യം പറയാൻ പറയാം. എന്നാ എനിക്ക് കോളേജിൽ വെച്ച് പറയാൻ പറ്റില്ലേ? നമ്മൾ ഡെയിലി ഇവിടെ വെച്ചാണല്ലോ കാണുന്നത്. അപ്പം പക്ഷെ രാത്രി പോലല്ല പകലെന്താ ഇവിടുത്തെ ആള്. നമുക്ക് അങ്ങോട്ട് മാറി ഇവിടെ ഭയങ്കര ആള്. നീ കാര്യം പറ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരമായ एम्बुलेंस ഇല്ല മായാവി നമുക്കിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായ പോലും നടക്കില്ല. നിന്റെയും നിന്റെ കൂട്ടുകെട്ടും കണ്ടാൽ നിന്റെ പോക്ക് എങ്ങോട്ടേക്കാട്ടെ. നീ ആദ്യം മര്യാദക്ക് പഠിച്ച് സെറ്റാകാൻ നോക്കി. രാജോ അവക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. അല്ലാതെ ഇവര് തമ്മിൽ സെറ്റ് ആയിരുന്നെങ്കിൽ നിന്റെ പേര് തന്നെ വിട്ടിട്ട് വന്നാണ്. അതിന് ഇവര് തമ്മിൽ ലവ് അല്ലല്ലോ. മാസ്റ്റർ അവക്ക് വേണ്ടി കുടിച്ച മഴ നീയും ബെസ്റ്റ്. ഞാൻ ഭയങ്കര മനസ്സങ്കടത്തിരിക്കണം. എടാ നിനക്ക് സങ്കടപ്പെടാൻ ഒരു കാരണമെങ്കിലും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതുവരെ പറയാൻ പോലും പറ്റില്ല. നല്ല വിഷമം. ये तो बचपन से साथ ही है विष्णु और अज्जू। എന്തോന്ന് കൊണ്ടുവരുമെന്നൊക്കെ ഞാൻ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ അറിഞ്ഞൂടെ? അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാ പോരെ? ഒരു പട്ടി खड़ा होगा। ഓക്കെ ഞാൻ കൊണ്ടുവരാം. भाई विष्णु के साथ എന്റെ അടുത്ത് ഇപ്പോഴല്ലേ പറഞ്ഞേ? നീ അവനുമായിട്ട് മനസ്സോട് സംസാരിച്ച ശേഷം റീത്തയായിട്ട് മനസ്സോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കിട്ട് ചേരാം. എനിക്ക് മായ ആദ്യം കാണണം. അതെ മായടുത്തൊക്കെ ഇപ്പൊ ഈ പോയി കണ്ട് സംസാരിക്കണോ? നാളെ സംസാരിച്ച പോരെ? ये शराब की हालत में सब लोग जा रहे हैं। इसको तो उठा ही लिया है നല്ല മാറ്റമുണ്ട്. എടാ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണോ? ഏതാളുടെ വീട്? റൂം ബാബാക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നേ. रात में बेल बजा रहे थे। ഇത് എവന്റെ വീടായിരുന്നാ? എന്റെ പൊന്നു ബോധമില്ലാത്തവന്റെ മിണ്ടാതിരി. ഞാൻ പോകണം.
എനിക്കറിയാലോ അവിടെ कहाँ ചതിച്ചിയ ECG ഒക്കെ നോർമലാ, ഗ്യാസ് ആവാനാ സാധ്യത. ഡേ മരിച്ചിലുണ്ടാവും, അതുവരെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ഛനെ കിടക്കണോ? വാർഡിൽ വേണം കിടക്കാൻ. और उसके साथ इसको देख लेगा तो बोलेगा अंकल के साथ എന്നാ ഇത് പിടിച്ചോ, ഞാൻ ചായ മേടിച്ചോട്ടെ. हाँ कि मैं ऐसा चाय और पापा के साथ ആ കൂട്ടുകാരൻ വന്നല്ലേ. നീ എന്താണ് മെസ്സേജ് അയച്ചേ? पापा है वहाँ पे, നാട്ടുകാർ മൊത്തം കേൾക്കും. നാട്ടുകാര് കേക്കട്ടളിയാ. उसके पापा है वहाँ पे. നിനക്കറിയാം ഇവരാരൊക്കെയാണ്? അവക്കറിയാലോ. എന്റെ ചങ്സ് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിനക്ക് സൗകര്യമുണ്ട് നീ എന്നോട് വന്നാടി. अंकल എന്റെ കൂട്ടുകാരൊന്നും കളയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ നീ उसको कितना എന്റെ डिस्टेंस പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഉത്തരവാദിത്തമല്ല, ലക്ഷ്യബോധം. എനിക്ക് തലകാലം अंकल എടി നീ എന്തെങ്കിലും നിന്റെ പ്രശ്നം അനലൈസ് ചെയ്തിട്ടുണ്ടോ? എടി മുടിയും വെട്ടി തന്തയുടെ ഷർട്ടും തന്തയുടെ വണ്ടി എടുത്ത് അങ്ങാരി കാണാതെ രാത്രി കറങ്ങാൻ ഇറങ്ങിയാൽ ആണാവത്തില്ലടി. ऐसे नहीं बोलना चाहिए, तो बहुत मीन हो മതി गई. പൂവാളിയാ. നിനക്കറിയാനുള്ള പ്രശ്നം എന്താ? ഇവളുടെ തന്തയ്ക്ക് ആമ്പിള്ളാര് ജനിക്കണമെന്ന് ഭയങ്കര अंकल ആഗ്രഹം. देखना कैसे सुन रहा है. എന്താടാ എന്നിട്ട് ജനിച്ചതോ അങ്ങനെ അതിന്റെ വിഷമത്തിലായിരുന്നു കൊറേ കാലം. ഈ കോലം കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഇത് മാത്രമല്ല, ഇവക്ക് നല്ലൊരു ജോലി മേടിച്ചിട്ട് ആണുങ്ങള് പേരൻസിനെ നോക്കുന്ന പോലൊക്കെ നോക്കണമെന്ന്. छी भाई वही तो എടിയുടെ ആണാന്നേലും പെണ്ണാന്നേലും നോക്കോടി. ലുക്ക് മാത്രം ഒന്നും മാറ്റിട്ട് കാര്യമില്ലടി. അമ്മാവൻ പറ എന്തൊക്കെ उसके पापा है. മറന്നേ മറന്നു കാണും. നീ അതും പൊക്കി പിടിച്ചോണ്ട് അച്ഛന്റെ ആൺകുട്ടിന്നും പറഞ്ഞിട്ട് അവള് पापा की നടക്കുക. परी समझते, देखना सर इसकी बात है. നീ പറഞ്ഞ എല്ലാ മണ്ടത്തരത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ലോടി. കെട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടില്ലോടി. കണ്ടോടി? അജു എന്താടി? നിനക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കണല്ലോടി. എന്റെ ഫ്രണ്ട്ഷിപ്പ് यार सही बात है. നീ വയലെ പണി നോക്കടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്ത അങ്ങാർക്കിട്ട് വേണം ആരുടെ ഇത് മെഷി കുതിർന്നയാ മിണ്ടുന്നില്ല. ഇല്ല उसको चीटर बोल रहा है. പോലെ अब उसके पापा कुछ बोलेंगे. മോളെ, നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നതെന്നാണ് അച്ഛൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. നീ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഞാനിപ്പോഴും അറിഞ്ഞു. ഞാനങ്ങനെയൊന്നും എന്നാലോ പയ്യൻ വേണ്ടി വന്നല്ലേ എനിക്ക് എൻ്റെ മോളെ മനസ്സിലാക്കാൻ. यार പാവം പയ്യനല്ലേ, പക്ഷെ മണ്ടനാ. അവനെ അങ്ങ് പ്രേമിക്കാൻ പോയാലേ നമ്മുടെ ജീവിതം കയ്യിൽ നിന്ന് പോകും. यार तब भी इसके पापा सपोर्ट कर रहे हैं. भाई कोई बात नहीं, लड़का दिखा साफ है. ഇവനോടൊക്കെ അവളോട് പറഞ്ഞ് അവളുടെ വായിക്കുന്ന ഒക്കൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് अब वो സമാധാനം. उधर जाएगा, നിന്റെ കെട്ട വായും വെച്ച് ചുമ്മാ പറഞ്ഞ അവൻ അവരുന്ന कहीं वो कहीं बीसी हुई तो नहीं है क्या. അവളുടെ ഫ്രണ്ടോ क्योंकि उसको ये लगेगा ना कि उसकी सारी गर्लफ्रेंड्स അവനൊന്നും നീ അവനൊന്നും വിളിച്ചേ. ഒട്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. भाग गया. सारे दिन तो घर में बैठो यार. എത്ര മണിയായി? मेरे को क्यों लग रहा है. എന്തൊരുണ്ടാക്കാൻ ഞാൻ ഇറങ്ങി വന്ന വിഷ്ണു, റീത്തയ്ക്ക് ഒരുപാട് ബുക്ക് കൊടുക്കാറുണ്ടല്ലേ? നിന്റെ അച്ഛന്റെ ലൈബ്രറിയാ? हो नहीं नहीं वो नहीं. റീത്തയുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഇതാ ജോ. ഹായ്. ഞാൻ മൂസ. ഓ ബ്രോയുടെ പേരെന്താ? ഫ്രെഡി. फ्रेडी ഷട്ടി. അല്ല കുഞ്ഞ പേര്. റീത്തേട്ടെന്താ? റീത്തേന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അടുത്ത ഫ്രണ്ട് എന്ന് പറയുമ്പോ എന്റെ ബെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിൽ ഇത്രയും വലിയ കണ്ണാടി ഉണ്ടായിട്ട് നീ കണ്ടിട്ടില്ലടാ. ബുക്കാടാ. ബുക്ക് തരാം. എന്നാ പിടി. കാശ് ഇവൻ നന്നായിട്ട് വായിക്കേ. अपने दोस्त से क्या पैसा ले. ये भी आ गया ये कोई नई पर्सनालिटी. भाई. പോലീസുകാരുടെ അടുത്തോണം. हो पहले तक तो भाई प्रिंसिपल के पास जाते थे.
ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നീക്കറ എന്റെ അണ്ടർ Oh, ആണല്ലേ അതെല്ലോ दोनों से ही हाथ घुमा लिया. നീങ്ങ വന്ന് സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. അങ്ങനെയൊന്നല്ലല്ലോ നീ നല്ല പറഞ്ഞതെല്ലാം നിന്റെ ആണെന്നല്ലോ സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ല ഇത് എന്റെ ഒന്നും അല്ല. Oh. ഇതൊക്കെ ആരുടെ എന്താ ഇത്? ജീരകവും सादा नमक. സ്റ്റാമ്പ് അറിയാം. അല്ല और वो कसूरी मेथी. പറഞ്ഞെന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടങ്ങ് വന്നേ, അതങ്ങ് പോയി. അപ്പൊ ഇവന്മാരൊക്കെ എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനാ എന്റെ ഇടയിൽ കൂടി നിർത്തിയേക്കുന്ന? സാറേ ഇവനെന്റെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ആ ഇവനെ അറിയാം, ഇവ എന്റെ അടുത്ത് നിന്നേ. സാറേ എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണ് സാറേ അവൻ. സാറേ ഇവരെ 300 എനിക്ക് ചെറുതായിട്ട് അറിയാം. ഹാഷർ ആ ഇദ്ദേഹത്തിനെ അറിയാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികളാട്ടോ. ये सबको वो रो रहे हो ने भी पकड़ गया मतलब. സാറേ സെപ്പറേറ്റ് ആയിട്ട് സാറേ ഇതെന്റെ സാധനമാണ് വരാണ് എന്താണെന്നറിയാം ഇതെങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കി തന്നെ എനിക്ക് അല്ലെങ്കിൽ അമ്മ ഷെയർ വെക്കും എ സി അല്ലേ സാറേ അവിടെ इनको पता ही नहीं लीगल है ये अब तो गए अंदर. കിട്ടൂല ओ पुलिस वाले थे हमेशा पुलिस स्टेशन में आने लगे. അതെങ്ങനെ വാപ്പ മരിച്ചതാണല്ലേ? ये देख. पांचो. ഇവന്മാരൊക്കെ ആരാണെന്നറിയാമോ ഞങ്ങളുടെ പിള്ളേരാ സാർ बच्चे नहीं है नशेड़ी है. അല്ലേ വലിയ മയക്കുമരുന്ന് റാക്കറ്റാണ് ആ ഇവനൊക്കെ അതൊക്കെ തന്നെ रॉकेट. സാറേ എല്ലാവരും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ബാക്കിയുള്ളൊരു പുതിയ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. സാറേ കോളേജ് പഠിക്കുന്ന 5 പേര് പഠിക്കാത്തവന്മാരൊക്കെ ഇങ്ങോട്ട് മാറിക്കും ओ हाँ. എടാ പൊട്ടന്മാരെ പഠിക്കാത്തവന്മാരെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്തവര് बोले गलती से आ गई. ഇതല്ലേ നിങ്ങളുടെ മക്കള് സാറേ ഇവ എൻ്റെ മോനാണ് സാറേ. मैं സാറേ ഇതെനിക്ക് പറ്റിയത് ഇങ്ങോട്ട് മാറിക്കും മക്കളുടെ സ്വഭാവം കണ്ടല്ലോ. നിങ്ങൾ തേനെ പാലയെന്നും പറഞ്ഞ് നല്ല പിള്ളേരെ വളർത്തിട്ട് ഓമാര് കാണിക്കുന്ന പോക്കർ चरस गांजा लेके बैठे. തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പൊ സ്റ്റേഷൻ നിറയായ സാറേ. സാർ എന്ത് വേണം ചെയ്തോ സാറേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, അങ്ങനെയാണ് നന്നാവുമല്ലോ. ആ എന്നാ താനൊരു കാര്യം ചെയ്യും, ജയിലിൽ പോയി നന്നായി ഒരു 3-4 പേര് വിളിച്ചോണ്ടൊന്ന് കാണിക്കും. ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ ഒരു വാഴ വെച്ചാ മതിയായിരുന്നു. ऐसे ना. വാഴ എൻ്റെ അച്ഛൻ ഒരു വാഴ കൃഷിക്കാരനായിരുന്നു. അയ്യോ സാറേ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാറേ. ആ മനസ്സിലായി മനസ്സിലായി. എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു അച്ഛൻ വെച്ചേലേ ആയാലും രക്ഷകർത്താക്കൾക്കാണല്ലോ സാറേ ये കുറ്റം. बात तो है यार. സാറേ എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ആ വിചാരവുമാർക്ക് വേണ്ട സാറേ. सही में. ഒരു എഞ്ചിനീയർ ആവാൻ എനിക്കേ പറ്റിയില്ല സാർ. എന്റെ മകനിലൂടെ എനിക്ക് അത് സാധിക്കാന്ന് വിചാരിച്ചാ ഞാൻ വെറും മണ്ടനായി പോയി സാർ. ഞാൻ ഏതുവരെ പഠിച്ചു? 9 अच्छा. അത് ഞാൻ എന്താ പഠിക്കാതിരുന്നു? എഴുതി തോറ്റു. എക്സാം എഴുതായിരുന്നില്ലേ? 3 എഴുതി സാർ, 3 തോറ്റു, പിന്നെ പഠിത്തം നിർത്തി. 3 बार फेल हो गया. ഓ സാറെന്നെ കളിയാക്കി ചിരിക്കല്ലേ സാർ? ആണ് സാറേ, ഞാൻ 9-ൽ 3 തവണ തോറ്റു ആയില്ലേ എന്നല്ല സാർ ഇപ്പം മനസ്സിൽ വിചാരിച്ചത്? അല്ലല്ല ആണ് സാറേ. സാറ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് 3-4 കിലോമീറ്റർ മുണ്ടും മുറുക്കി നടന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളാണെന്നാണ് ഞാൻ अभी तो खुश हो गया. കണ്ടോടാ സാറിന് വരെ മനസ്സിലായി. കഴുത്ത്. गधा. നന്ദി സാറേ. എടോ എല്ലാ തന്തമാരും ഇതൊക്കെ തന്നെ ഇത്രയും കാശ് കളഞ്ഞ മരക്കഴുത. अरे भाई. സാറേ പിള്ളേരിക്കുന്നു. मूसा देख रहा. ഇത്രയും തോൽവികളായ യോമാരാണ് സാർ സപ്പോർട്ട് ചെയ്യണത്. ഇവിടെ അച്ഛന്മാരുടെ വിഷമം കാണാൻ ആരുമില്ല സാറേ. ഊണ് ഉറക്കില്ല, രാപകൽ അധ്വാനിക്കുന്നറിയോ, എന്നെങ്കിലും ഇവരൊക്കെ നന്നാവുന്ന കരുതി. സാർ ഇവന്മാരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ ഞങ്ങളാ. ഒന്ന് പഠിക്കാനേ പറഞ്ഞോളൂ, അതുപോലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ സാറേ ഇവിടെ ഒരാൾക്ക് ഞങ്ങൾ പിള്ളേരെ മനസ്സിലാകുന്നില്ല. 24 മണിക്കൂറും പഠിക്കാൻ കഴിവില്ലാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? എപ്പോ നോക്കിയാലും എല്ലാത്തിനും ഞങ്ങളാണ് കുറ്റക്കാര്. ഇവിടുന്ന പ്രശ്നക്കാരോട് ഞങ്ങൾ എല്ലാം ബാക്കിലായി പോണത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെക്കാളും ബെറ്റർ നമ്മളെ മുന്നിലിരിക്കുന്ന മിഡിൽ ബെറ്റേഴ്സ് എന്ന്. അവന്മാരുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയാവൂ. सही बात है. അവന്മാർ ഒന്നും ബാക്കി പോകും, ആഞ്ഞു പഠിച്ചാൽ അവർ മുന്നിൽ എത്തേയില്ല. സാറേ ഏറ്റവും കൂടുതൽ പ്രശ്നം True.
ഓരോ തവണ ഫസ്റ്റ് പഠിച്ചിട്ട് വരുമ്പോഴല്ലോ ഈ വീട്ടുകാർ വിചാരിക്കണം എന്താണെന്നറിയോ, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്കാന്നാണ്. അപ്പൊ അവനെ കഷ്ടപ്പെടുകയാണ്. ഈ പ്രഷർ കാരണമാണ് പലതവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ചാവാനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് ഞാൻ पुलिस वाले ने भी बताया नहीं കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് മുഴുവൻ भाई बहुत कमाल की मूवी है। ये तो अपना प्रमोट कर रहा है वहां पे, बोलते यही प्रेशर भगाने के लिए मैंने अपना बिजनेस स्टार्ट किया था सर गांजे का यार। बहुत ही कमाल की मूवी है, बहुत ही ज्यादा। मतलब 5 फ्रेंड्स ऑलमोस्ट इकट्ठे हो चुके हैं, अब लड़कियों से भी इनका वो हो गया है ऑलमोस्ट कि मनाही कर दिया है एक तरह से। तो अब देखते हैं कि मतलब नेक्स्ट पार्ट में ये लोग कैसे उस प्रिंसिपल रूम से बाहर जाते हैं और उसके पेरेंट्स जो हैं वो निकाल पाते हैं उनको कि नहीं। वही हमेशा तक तो ना ये लोग प्रिंसिपल रूम में जाते थे, लेकिन आज तो पुलिस स्टेशन में जाता है। और मजे की बात ये है कि जो इंस्पेक्टर है वो भी इन बच्चों का साइड ले रहा है यार। तो देखिए अगला पार्ट कैसा होगा। तो गाइस यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट और करिए। अगर चैनल पर न्यू तो सब्सक्राइब। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो कर सकते हो। बाय।